ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇറാന്റെ മിസൈൽ ആക്രമണം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തടഞ്ഞതായും ആളപായമില്ലെന്നും ഖത്തറും അമേരിക്കയും. ഇറാൻ ഇസ്രായേൽ സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ വാദം തള്ളി ഇറാൻ. ഖത്തറിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി. ഇന്ത്യയിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ സംസ്കാരം ഇന്ന്. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 371 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിന് പകരമായാണ് യുഎസ് വ്യോമതാവളങ്ങൾ ആക്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തടഞ്ഞതായും ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായിട്ടില്ലെന്നും ഖത്തറും അമേരിക്കയും അറിയിച്ചു. ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ, ഈജിപ്ത്, മൊറോക്കോ, ജോർദാൻ, തുർക്കി, യമൻ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചു. ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച ബഹ്റിൻ, കുവൈറ്റ്, യുഎഇ എന്നീ രാജ്യങ്ങളുടെ വ്യോമപാത വീണ്ടും തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ദുബായ് ലേഖകൻ വിനോദ് കുമാർ. The Ministry of Interior has assured its residents that the security situation remains stable. The United States State Department also issued an updated travel alert for Kuwait, citing the volatile situation. The crisis has sent shockwaves in the aviation industry. Air India has announced the immediate suspension of all operations to West Asia. ഇറാനും ഇസ്രായേലും തമ്മിൽ സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തറിലെ യുഎസ് വ്യോമതാവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാൻ വെടിനിർത്തലിന് തുടക്കമിടുമെന്നും തുടർന്ന് ഇസ്രായേലും വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നും അടുത്ത 24 മണിക്കൂറിൽ 12 ദിവസത്തെ യുദ്ധത്തിന് ഔദ്യോഗികമായി അന്ത്യം കുറിക്കുമെന്നുമായിരുന്നു യുഎസ് പ്രസിഡന്റിന്റെ പ്രസ്താവന. അതേസമയം വെടിനിർത്തൽ സംബന്ധിച്ച് യാതൊരു ധാരണയിലും എത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗ്ചി അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിന് കരാർ ഇല്ലെന്നും ഇറാനെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ ഭരണകൂടം അവസാനിപ്പിച്ചാൽ തിരിച്ചടി അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഖത്തറിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമൂഹം ജാഗ്രത പാലിക്കണമെന്നും വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും ദോഹയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഖത്തർ അധികൃതരുടെ നിർദ്ദേശങ്ങളും പ്രാദേശിക വാർത്തകളും ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇറാൻ ആക്രമണം കണക്കിലെടുത്ത് വിവിധ വ്യോമപാതകൾ അടച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മേഖലയിലേക്കുള്ള വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ ഇന്ത്യയിലേക്ക് മടങ്ങുകയോ ചെയ്യുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. വടക്കേ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള സർവീസുകളും നിർത്തിവച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിവിധ വിമാന സർവീസുകളും തടസ്സപ്പെട്ടു. യാത്ര പുറപ്പെടും മുൻപ് അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് സ്പൈസ് ജെറ്റും അറിയിച്ചു. ഖത്തറിലെ അൽ ഉദൈദ് യുഎസ് വ്യോമതാവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷം ആഗോള എണ്ണവില 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ യുഎസ് ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ നടപടികൾ ആരംഭിച്ചതിനെ തുടർന്ന് എണ്ണവില 6% ഇടിഞ്ഞു. ബാരലിന് $5 കുറഞ്ഞത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്ന ബില്ലിന് ഇറാൻ ദേശീയ സുരക്ഷാ കമ്മിറ്റി അംഗീകാരം നൽകി. ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കും വരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാൻ ലക്ഷ്യമിടുന്നതാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണം. ബില്ലിന് പാർലമെന്റിന്റെ പൂർണ്ണ അംഗീകാരം ലഭിച്ചിട്ടില്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി കൂടുതൽ സഹകരിക്കണമെങ്കിൽ സുരക്ഷ ഉറപ്പു നൽകണമെന്ന് ഇറാൻ അറിയിച്ചു. ഇന്ത്യ പോലെ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് നിലവിലെ ആഗോള സ്ഥിതിഗതികൾ ആശങ്ക ഉയർത്തുന്നതായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. സമത്വപരവും സമൂഹാധിഷ്ഠിതവുമായ ആഗോള വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യയുടെ പുരാതന തത്വചിന്തകളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ തത്വചിന്തകൾ ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഏറെ പ്രസക്തമാണെന്നും ഉപരാഷ്ട്രപതി ന്യൂഡൽഹിയിൽ ഒരു പരിപാടിയിൽ പറഞ്ഞു. Friends, this means this is mine, that is his, say the small-minded. For the magnanimous, the entire world is one family. We belong to the latter part. That is the message of Bharat to the entire world. It has been consistent message, a message from which this land will never deviate. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും.
1925 മാർച്ച് 12-ന് മഹാത്മാഗാന്ധി ശിവഗിരി മഠം സന്ദർശിച്ച വേളയിലാണ് ചരിത്രപരമായ സംഭാഷണം നടന്നത്. വൈക്കം സത്യാഗ്രഹം, അഹിംസ, അയിത്തം നിർത്തലാക്കൽ, അധസ്ഥിതരുടെ ഉന്നമനം എന്നീ വിഷയങ്ങളിലായിരുന്നു ഇരു നേതാക്കളും ചർച്ച നടത്തിയത്. ഇന്ത്യയുടെ സാമൂഹികവും ധാർമ്മികവുമായ ഘടനയെ രൂപപ്പെടുത്തുന്നതിന് സഹായിച്ച ഈ മഹത് സംഭാഷണത്തിന്റെ 100ാം വാർഷിക അനുസ്മരണത്തിൽ ആത്മീയ നേതാക്കളും മറ്റു പ്രമുഖരും പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ആരംഭിക്കുന്ന മധ്യമേഖലാ കൌൺസിലിന്റെ 25ാമത് യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് കൌൺസിലിൽ ഉൾപ്പെടുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും 2 മുതിർന്ന മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 290 ഇന്ത്യക്കാരും ഒരു ശ്രീലങ്കൻ പൌരനും ഇന്നലെ പ്രത്യേക വിമാനത്തിൽ ന്യൂഡൽഹിയിൽ എത്തി. ഇതുവരെ 2003 ഇന്ത്യക്കാർ ഇറാനിൽ നിന്ന് മടങ്ങിയെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ജോർദാനിലെ അമ്മാനിൽ നിന്ന് 161 പേരടങ്ങുന്ന ആദ്യ സംഘം ഇന്ന് ന്യൂഡൽഹിയിൽ എത്തും. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 14 മലയാളികൾ ഇന്ന് ഡൽഹി വിമാനത്താവളത്തിൽ എത്തി. ഇതിൽ 12 പേർ വിദ്യാർത്ഥികളാണ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിത ഗോപകുമാരൻ നായരുടെ സംസ്കാരം ഇന്ന് നടക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അല്പം മുൻപ് എത്തിച്ച മൃതദേഹം സ്വദേശമായ പുല്ലാടേക്ക് കൊണ്ടുപോകും. രഞ്ജിത പഠിച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ മൃതദേഹം ഉച്ചയ്ക്ക് പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 371 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് 364 റൺസിന് അവസാനിച്ചു. 137 റൺസെടുത്ത KL രാഹുൽ, 118 റൺസെടുത്ത ഋഷഭ് പന്ത് എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത്. ഒരു ടെസ്റ്റ് മത്സരത്തിൽ 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഏഷ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ഋഷഭ് പന്ത് ചരിത്രം കുറിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ 134 റൺസും നേടി. 4ാം ദിവസം കളി നിർത്തുമ്പോൾ ഇംഗ്ലണ്ട് വിക്കറ്റ് നഷ്ടമില്ലാതെ 21 റൺസ് നേടിയിട്ടുണ്ട്. അവസാന ദിനമായ ഇന്ന് 350 റൺസ് കൂടി നേടേണ്ടതുണ്ട്. ഈ വർഷത്തെ US ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് അയോവയിൽ ഇന്ന് തുടക്കം. ഇന്ത്യൻ ടീമിനെ ലോക മുൻ 1ാം നമ്പർ താരം കിഡംബി ശ്രീകാന്ത് നയിക്കും. വനിതാ സിംഗിൾസിൽ ലോക 49ാം സീഡായ ആകർഷി കശ്യപ്, അൻമോൾ ഖാർബ്, തൻവി ശർമ്മ, തന്യ ഹേമന്ത്, ശ്രിയാൻഷി എന്നിവരും ഇന്ത്യയ്ക്കായി കളിക്കും. ചെക്ക് റിപ്പബ്ലിക്കിൽ നടക്കുന്ന ഒസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് 2025 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ജാവലിൻ ലോക ചാമ്പ്യൻ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്ന് മത്സരത്തിനിറങ്ങും. ഇന്ത്യൻ സമയം രാത്രി 10:30-നാണ് മത്സരം. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഗോൾഡൻ സ്പൈക്കിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും പരിക്ക് കാരണം നീരജ് ചോപ്ര പിന്മാറിയിരുന്നു. ന്യൂഡൽഹിയിലെ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആന്റ് ലൈബ്രറി സൊസൈറ്റിയുടെ 47ാമത് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, അശ്വിനി വൈഷ്ണവ്, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവരും പങ്കെടുത്തു. 2022-ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഗ്രഹാലയ ഉദ്ഘാടനം ചെയ്തത്. മുൻ പ്രധാനമന്ത്രിമാർ ജനാധിപത്യത്തിനും രാജ്യത്തിനും നൽകിയ സംഭാവനകൾ അനുസ്മരിക്കുന്നതിനാണ് ഇത് സ്ഥാപിച്ചത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ പദ്ധതി പ്രകാരം ഓപ്ഷൻ സമർപ്പിക്കുവാനുള്ള സമയപരിധി സെപ്റ്റംബർ 30 വരെ നീട്ടി. നേരത്തെ ഇത് ഈ മാസം 30 വരെയായിരുന്നു. ഗുണഭോക്താക്കൾ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തീയതി നീട്ടിയത്. നിലവിലുള്ള ജീവനക്കാർക്കും വിരമിച്ചവർക്കും ഉൾപ്പെടെ ഇത് ബാധകമാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2023 ഓഗസ്റ്റ് മുതൽ ഒരു വർഷ കാലയളവിൽ നടത്തിയ പ്രസംഗങ്ങൾ അടങ്ങുന്ന പുസ്തകം വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 2 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, എൽ മുരുകൻ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടെ രാജ്യത്തെ വളർച്ചയുടെ പ്രധാന ഘടകമായി സാങ്കേതിക വിദ്യ മാറിയതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014-ൽ 50 ബയോടെക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 10,000-ലധികം സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നു. നവ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ശാസ്ത്രം, ഭരണപരിഷ്കാരങ്ങൾ തുടങ്ങിയവ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇറാന്റെ മിസൈൽ ആക്രമണം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തടഞ്ഞതായും ആളപായമില്ലെന്നും ഖത്തറും അമേരിക്കയും. ഇറാൻ ഇസ്രായേൽ സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ വാദം തള്ളി ഇറാൻ. ഖത്തറിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി. ഇന്ത്യയിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ സംസ്കാരം ഇന്ന്. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 371 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.